ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉപയോഗിച്ച ടാക്ടിക്സിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് ആ തോൽവി ആഞ്ചലോട്ടി ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ കഴിഞ്ഞ ദിവസം ആഞ്ചലോട്ടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടി ബ്രസീലിന് സമ്മാനിച്ചത് ഒരു നാണക്കേടാണ്, അദ്ദേഹത്തെ ഉടൻ തന്നെ പുറത്താക്കണം, ഞാനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പേപ്പർ കീറിക്കളയുമായിരുന്നു, എന്നിട്ട് അതിൻ്റെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു എന്നൊക്കെയാണ് റൊമാരിയോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ അയാളുടെ കോൺട്രാക്റ്റ് കീറിയെറിഞ്ഞേനെ. നോർവേക്കെതിരെ വരുത്തിവെച്ച ഈ നാണക്കേടിനും തോൽവിക്കും ശേഷം ആഞ്ചലോട്ടിക്ക് ഇനി ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്ത് തുടരാൻ ഒട്ടും അർഹതയില്ല. ഞാൻ ആ കോൺട്രാക്റ്റ് കീറിക്കളഞ്ഞിട്ട് പോയി കേസ് കൊടുക്കാൻ അയാളോട് പറഞ്ഞേനെ. ഇതാണ് ഇന്നലെ റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടി രാജിവെക്കണം, അദ്ദേഹത്തെ പുറത്താക്കണം, എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹത്തെ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത്രയേറെ വലിയ ഒരു നാണക്കേടാണ് അദ്ദേഹം സമ്മാനിച്ചത് എന്നൊക്കെയാണ് റൊമാരിയോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നോർവേക്കെതിരെ ആഞ്ചലോട്ടിയുടെ ടാക്ടിക്സ് പാളി എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ ഫുട്ബോൾ ലോകത്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പരിശീലകനാണ് ആഞ്ചലോട്ടി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ബ്രസീൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം തന്നെയായിരിക്കും തുടരുക എന്നുള്ളത് CBF സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്. അടുത്ത 2028 ഒരു കോപ്പ അമേരിക്ക കാത്തിരിക്കുന്നുണ്ട്. ആ കിരീടം നേടുക എന്നുള്ളതാണ് ഇനി ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ള ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.